പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഇന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 118-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പ്രിയരെ, നാം വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. എങ്കിൽ വിശ്വാസത്തിൽ എൻ്റെ കൂടെ പറയണം, ഇന്നലെ കണ്ടതുപോലെ അല്ല, ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ മെസ്സേജ് പറയാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സ്വീകരിക്കണം. കാരണം എൻ്റെ കർത്താവിന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയത് ചെയ്യാൻ കഴിയും. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും ചെയ്യേണ്ട. ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു എന്നാണ് യേശയ്യാവിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പുതിയതിൽ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം ഓർപ്പിക്കുകയാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ദുഃഖത്തിലോ വിഷമത്തിലോ ഭയത്തിലോ ആകുലതയിലോ ഇരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഭയത്തിലായിരിക്കുന്നെങ്കിൽ, ഭയം ഒരുവൻ്റെ ജീവിതത്തിൽ വരുന്നത് ഇന്നലകളുടെ അനുഭവത്തിലാണ്. ഇന്നലകളിൽ അവൻ കടന്നുപോയ മാർഗത്തിലാണ്. നിങ്ങൾ ഭയത്തിലാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ നാളുകളിലാണ് നിൽക്കുന്നത്. ആകുലതകളിലാണ് നിൽക്കുന്നതെങ്കിൽ നാളുകളിൽ അത് സംഭവിക്കുമോ, വരുന്ന ദിവസങ്ങളിൽ നടക്കുമോ എന്നുള്ള വലിയ ചിന്താഭാരത്തിലാണ് ആകുലത വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, ആകുലത. ഹല്ലേലൂയ. തലമുറയുടെ വിവാഹം നടക്കുമോ, എനിക്ക് ആ ജോലി ലഭിക്കുമോ, ആ മക്കളുടെ അഡ്മിഷൻ ലഭിക്കുമോ, ഇത് വലിയ ആകുലതയാണ്. എൻ്റെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹം വരുമോ? എന്നാൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, ഇന്നലകളിലല്ല ഞാനും നിങ്ങൾ ജീവിക്കേണ്ടത്, നാളുകളിലും അല്ല ജീവിക്കേണ്ടത്. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക. കാരണം എൻ്റെ ദൈവം അന്നുള്ള ആഹാരം തരുന്നവരാണ്. എൻ്റെ ദൈവം ഇന്നത്തതിൻ്റെ ദൈവമാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വലിയ വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. വിശ്വസിക്കാമെങ്കിൽ ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും പ്രവർത്തിക്കാൻ പോയി. ദൈവത്തിന് മാറ്റമില്ല കേട്ടോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വഴി തുറക്കാൻ ശക്തനാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കിയേ, ദാവീദിന്റെ ജീവിതത്തിൽ ആ വലിയ ആഴം നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയും അല്ല, ഞാൻ ഇന്ന് ഫെലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവം ഉണ്ട് എന്ന് സർവ്വഭൂമിയും അറിയും. ഈ വചന പശ്ചാത്തലം എനിക്കും നിങ്ങൾക്കും സുപരിചിതമാണ്. ഇതാ ഗോലിയാത്തിന്റെ അടുക്കലേക്ക് ദാവീദ് ഓടിയെടുക്കുകയാണ്. ദാവീദിന്റെ കയ്യിൽ കുന്തമോ വാളോ ഒന്നുമില്ല. ദാവീദ് എന്നാൽ ദൈവത്തെ കൂട്ടുപിടിച്ച് മല്ലനായ ഗോലിയാത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കഴിഞ്ഞ 40ഓളം ദിവസം ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച ഫിലിസ്തീനായ ഗോലിയാത്തിനെ ഇന്നത്തെ ദിവസം ദാവീദ് വീഴ്ത്തുവാൻ പോവുകയാണ്. ദാവീദിന് ഒരു കാര്യം ഉറപ്പാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇന്നൊരു അത്ഭുതം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്
പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. കാരണം നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം, 430 വർഷത്തെ അടിമത്തെ തുടർന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് മോശ മുഖാന്തരം പുറപ്പെട്ട് ഇതാ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുക. അവർക്ക് മുമ്പിലും വഴിയില്ല, പിറകിലും വഴിയില്ല. അവർ ഇന്നലത്തെ ഭയത്തിലെല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ ദൈവം അയച്ച ദൈവത്തെ കണ്ട മോശ വിളിച്ചു പറയണം, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. വിശ്വസിക്കാമെങ്കിൽ മോശ പറഞ്ഞ അതേ പദം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിങ്ങളൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഇന്ന് വരെയും കണ്ട ആ മിസ്രൈമിനെ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ആ ഗോലിയാത്തിനെ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന് വലിയ പ്രതികൂലങ്ങളെ ജയിക്കുന്ന ദിവസമായി ഇത് തീരുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടെ, കർത്താവെ, ഞാൻ ഇന്നൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു, ഇന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുത വഴി എൻ്റെ ദൈവം തുറക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇന്നൊരു അത്ഭുതം, ഇന്നൊരു വിടുതൽ എൻ്റെ കർത്താവ് അയക്കുക. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം നടന്നതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.